ഇന്നത്തെ ആരി ക്ലാസ്സിൽ ആരി എൻഡ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇവിടെ സെറി ത്രെഡാണ് ഉപയോഗിക്കുന്നത്. സെറി ത്രെഡിൽ ഇതാദ്യം ചെയ്ത് കാണിച്ചിട്ട് സിൽക്ക് ത്രെഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. അതേപോലെ നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ചിട്ട് പോവുക. സെറി ത്രെഡ് സിംഗിൾ ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സെറി ത്രെഡിൽ എൻഡ് നോട്ട് കാണിക്കുന്നത്. ഇവിടെ ഞാൻ 5 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. 6ാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇത് എടുത്തിട്ട് ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ തന്നെ വേറൊരു ചെയിൻ സ്റ്റിച്ചും കൂടി എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലൂപ്പ് കാണുന്നില്ലേ? ഈ രണ്ടാമത് വലിച്ച രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ചെയിനിനെ ഈ ത്രെഡ് ഈ നീഡിലിൻ്റെ ഹുക്കിൽ പിടിച്ചിട്ട് താഴത്തെ നീഡിൽ താഴോട്ട് വലിക്കുമ്പോൾ അവിടെ ഒരു നോട്ട് വീഴും. എന്നിട്ട് ബാക്കിയുള്ള ഈ ത്രെഡ് താഴത്തെ ത്രെഡ് താഴോട്ട് നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ത്രെഡാണ് താഴോട്ട് പോയിക്കോളും. ഇങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുന്നത്. ഒന്നുകൂടെ കാണിക്കാം. നമ്മളിങ്ങനെ ചെയിൻ എടുത്ത് നമുക്ക് ഇവിടെയാണ് എൻ്റെ നോട്ട് ഇടേണ്ടത്. അപ്പോൾ ഈ ചെയിനിൻ്റെ ഉള്ളിലൂടെ അതിന് തൊട്ട് ചേർന്നിട്ട് ഒരു ചെയിനും കൂടി എടുക്കുക. മറ്റ് രണ്ടാമതെടുത്ത ചെയിനിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ചെയിനിനെ ഈ ഹുക്കിലൂടെ വലിച്ചിട്ട് താഴെ ത്രെഡ് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കവിടെ ഒരു നോട്ട് വീഴും. എന്നിട്ട് താഴെയുള്ള ത്രെഡ് ഒന്നുകൂടി വലിച്ചു കഴിഞ്ഞാൽ മേലെ നിൽക്കുന്ന ത്രെഡ് താഴോട്ട് വലിഞ്ഞു. ഇങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുന്നത്. ഇനി അത് സിൽക്ക് ത്രെഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ചെയിനിട്ട് ലാസ്റ്റ് ചെയിൻ ഇങ്ങനെ കുറച്ച് വലുതാക്കി എടുത്ത് അതിന് മുന്നത്തെ ചെയിനിൻ്റെ അടുത്ത് ഈ നീഡിലിറക്കി ഒരു ചെയിൻ എടുത്ത് രണ്ടാമത് എടുത്തതിൻ്റെ ലൂപ്പിലൂടെ ആദ്യത്തെ ലൂപ്പിനെ വലിക്കുമ്പോൾ അവിടെ ഒരു നോട്ട് വീഴും. ഇനി ഈ താഴത്തെ ത്രെഡ് വലിച്ചിട്ട് ഈ ത്രെഡ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് ഈ ഹുക്കിനെ ഇട്ടിട്ട് താഴോട്ട് വലിച്ചാൽ മതി. താഴെ നിന്ന് നീഡിലിട്ട് ഈ ത്രെഡ് ആ ഹുക്കിലൂടെ വലിച്ചു കഴിഞ്ഞാൽ ആ ത്രെഡ് അങ്ങ് താഴോട്ട് പോകും. ഒന്നുകൂടെ കാണിക്കാം. തൊട്ടടുത്ത് ഇങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുന്നത്.